ആഹാ, വട കാണുമ്പോൾ തന്നെ കഴിക്കാൻ തോന്നുന്നുണ്ടല്ലേ. ഇനി ഇതാ ഒരു കറിയും ആ വെളിച്ചെണ്ണയും കരിവേപ്പിൻ്റെലൊക്കെ ആയിട്ട് ലുക്ക് കാണുമ്പോൾ തന്നെ കഴിക്കാൻ തോന്നുന്നുണ്ട്. പിന്നെ ഇതെന്ത് സംഭവം, ഒരു കൊറിക്കാനുള്ളൊരു സംഭവം കൂടി അതന്നെ. ഇത് കണ്ടോ, ഇങ്ങനത്തെ 3 വിഭവങ്ങളാണ് ഇന്നത്തെ റെസിപ്പീസ്. നമുക്ക് ഏറ്റവും ഇഷ്ടപ്പെട്ട കപ്പ, മരച്ചീനി എന്നൊക്കെ വിളിക്കുന്ന കപ്പ കൊണ്ടുള്ള 3 വിഭവങ്ങളാണ്. ഞങ്ങളുടെ നാട്ടിൽ കപ്പ എന്നൊന്നല്ല കേട്ടോ പറയുന്നത്, സാധാരണ കൊള്ളി, പൂളക്കിഴങ്ങ് എന്നൊക്കെയാണ് പറയുന്നത്. നിങ്ങളുടെ അവിടെ എന്താ പറയുന്നതെന്ന് കമൻറ്റ് ചെയ്യൂ കേട്ടോ. അപ്പോൾ കപ്പ കൊണ്ടുള്ള 3 വിഭവങ്ങൾ: കപ്പ വടയും, കപ്പ കൊണ്ടൊരു സ്റ്റൂവും. ഈ സ്റ്റൂവിനുമുണ്ട് പ്രത്യേകത, സാധാരണ സ്റ്റൂവല്ല, പിന്നെ സാധാരണ നമുക്കെല്ലാവർക്കും ഇഷ്ടമുള്ള കപ്പ ചിപ്സ്, കൊള്ളി ചിപ്സ് എന്നാണ് നമ്മുടെ അവിടെയൊക്കെ പറയുന്നത് കേട്ടോ. അപ്പോൾ കൊള്ളി വറുത്തതുമാണ് ഇന്നത്തെ 3 വിഭവങ്ങൾ. അപ്പോൾ എല്ലാവരും കണ്ടു നോക്കൂ. ആദ്യമായിട്ട് എൻ്റെ ചാനൽ കാണുന്ന ഒരാളാണെങ്കിൽ സബ്സ്ക്രൈബ് ചെയ്യാൻ മറക്കരുത് കേട്ടോ. ആദ്യം നമുക്ക് കപ്പ കൊണ്ടൊരു സ്റ്റൂ ഉണ്ടാക്കാം കേട്ടോ. ദോശയ്ക്കും ചപ്പാത്തിക്കും ഒക്കെ കഴിക്കാം. അതിനായിട്ടൊരു പാത്രം വെച്ചിട്ടുണ്ട്. പാത്രത്തിലേക്ക് കുറച്ച് വെളിച്ചെണ്ണയാണ് ഒഴിക്കുന്നത്. ഒരു 2 ടീസ്പൂണോളം വെളിച്ചെണ്ണ ഞാൻ ഒഴിച്ചു കൊടുത്തിട്ടുണ്ട്. വെളിച്ചെണ്ണയിൽ കുക്ക് ചെയ്യണം കേട്ടോ സ്റ്റൂ എപ്പോഴും. ഒരു 1/2 കപ്പ് ചെറിയ ഉള്ളി അരിഞ്ഞതാണ് ഇട്ട് കൊടുത്തിരിക്കുന്നത്. ഒരു 3 പച്ചമുളകും ഇട്ട് കൊടുത്തു. കുറച്ച് ഇഞ്ചി, ഒരു 2 ടീസ്പൂണോളം ഇഞ്ചിയും ഇട്ട് കൊടുത്തിട്ടുണ്ട്. ഇനി ഇതിനെ നന്നായി ഒന്ന് വഴറ്റിയെടുക്കണം. കുറച്ച് ഉപ്പും കൂടി ഇട്ട് കൊടുത്തിട്ടുണ്ട് കേട്ടോ. ഇതിനെ ഒന്ന് നന്നായി വഴറ്റിയെടുക്കുക. കളറൊന്നും മാറണ്ട, എന്നാൽ സോഫ്റ്റ് ആവണം. പച്ചമണം ഒന്ന് മാറുന്ന വരെ ഇതിനെ ഒന്ന് വഴറ്റി കൊടുത്തിട്ടുണ്ട്. ഇതിപ്പോൾ ഇതാ ഒന്ന് മാറി, പച്ചമണമൊക്കെ മാറി ഒന്ന് വഴറ്റി വന്നിട്ടുണ്ട്. ഇനി ഇതിലേക്ക് നമുക്ക് 1 കപ്പ് പച്ചക്കപ്പയാണ് കേട്ടോ, വേവിച്ച കപ്പയല്ല, പച്ചക്കപ്പ നമുക്കിതിലിട്ട് കൊടുത്ത് അതിനെ ഒന്ന് ഈ വെളിച്ചെണ്ണയും ഉള്ളിയും കൂടി ഇല്ലെങ്കിൽ ഒരു 2-3 മിനിറ്റ് നന്നായി ഒന്ന് സോട്ട് ചെയ്യാം. കുറച്ച് ഉപ്പും കൂടി ഇട്ട് കൊടുക്കാം. ഇനി ഇതിലാവശ്യത്തിന് വേവിക്കാനുള്ള വെള്ളമാണ് ഒഴിച്ചു കൊടുക്കുന്നത്. കപ്പ മൂടുന്ന വിധത്തിൽ ഞാൻ വെള്ളം ഒഴിച്ചു കൊടുത്തിട്ടുണ്ട്. പോരായെങ്കിൽ നിങ്ങൾക്ക് കുറച്ചും കൂടി വെള്ളം ഒഴിച്ചു കൊടുക്കാം കേട്ടോ. ഇനി ഇത് വേവട്ടെ. കുറച്ച് ഒരു 1/4 ടീസ്പൂണോളം മഞ്ഞപ്പൊടിയും കൂടിയിട്ടുണ്ട്. വെള്ള കളർ ഇവിടെ ഒരാൾക്കും ഇഷ്ടമല്ല, അപ്പം ഞാൻ വിചാരിച്ച് കുറച്ച് കളർഫുൾ ആയിക്കോട്ടെ നമ്മുടെ സ്റ്റൂന്ന്. ഇനി ഇതിലേക്ക് കുറച്ച് അരയ്ക്കണം. അതിനായിട്ട് നമുക്കൊരു മിക്സിയുടെ ചെറിയ ബ്ലെൻഡറിലേക്ക് കുറച്ച് തേങ്ങ, ഒരു 1/2 കപ്പ് തേങ്ങ, അതായത് ഈ ബ്ലെൻഡർ നിറയെ ഇടേണ്ട ആവശ്യമില്ല. ഒരു 3 പച്ചമുളക്, എരിവ് നിങ്ങൾക്കനുസരിച്ചിടാം കേട്ടോ. ഇതിൽ ചുവന്ന മുളക് ഇടരുത്, പച്ചമുളക്. കുറച്ച് വെള്ളം ഒഴിച്ച് അരച്ചെടുക്കാം. ഫുള്ള് സ്മൂത്ത് പേസ്റ്റ് ആവരുത്, നന്നായി ഒന്ന് അരച്ചെടുക്കാൻ മാത്രമേ പാടുള്ളൂ. കുറച്ച് തരി ഉണ്ടാവണം കേട്ടോ. ഇപ്പോൾ അത് അരച്ചെടുത്ത് വന്നിട്ടുണ്ട്. അപ്പം നമ്മുടെ കപ്പയും ഉള്ളിയും കൂടിയുള്ളത് എങ്ങനെയായി, അത് വെന്തോന്ന് നോക്കാം. ഇതിങ്ങനെ തന്നെ നല്ലൊരു ടേസ്റ്റ് ആയിരിക്കും. ഇനി ഇതിനെ നന്നായി ഒന്നും കൂടി വെന്തോ എന്ന് നോക്കിയതിന് ശേഷം ഒന്നും കൂടി അമർത്തി അതിനെ ഒന്ന് ജോയിൻ ചെയ്യിപ്പിക്കുക കേട്ടോ. ഇതിനെ ഒന്ന് നമ്മൾ കട്ട് ചെയ്ത് യോജിപ്പിക്കുക. നന്നായി കപ്പയും ഉള്ളിയും വേവണം, അപ്പോഴേ ഇതിൻ്റെ ടേസ്റ്റ് ഉണ്ടാവുള്ളൂ. ഇനി ഇതിലേക്ക് നമുക്ക് അരച്ച് വെച്ചിട്ടുള്ള തേങ്ങയുടെ കൂട്ടൊഴിച്ച് കൊടുക്കാം. ഇനി ഇതിലാവശ്യത്തിന് വെള്ളം കൂടി ഒഴിച്ച് കൊടുത്ത് നന്നായി ഒന്ന് ഇളക്കി യോജിപ്പിക്കാം. അധികം നേരം തിളയ്ക്കേണ്ട ആവശ്യമില്ല. ഇതൊന്ന് ജസ്റ്റ് ഒന്ന് തിളച്ചാൽ മാത്രം മതി കേട്ടോ. ഇത് ദോശയ്ക്ക്, ഇഡ്ഡലിക്ക്, ചപ്പാത്തിക്ക്, ഇടിയപ്പത്തിന് എല്ലാറ്റിനും പറ്റിയ ഒരു സ്റ്റൂ ആണ് കേട്ടോ. ആ വെള്ളയപ്പത്തിനും ഒക്കെ കഴിക്കാം ഈ സ്റ്റൂ. ഒന്ന് തിളച്ചാൽ മാത്രം മതി. ഒരുപാട് തിളച്ച് ഇതാവാനൊന്നും പാടില്ല. തേങ്ങയുടെ പച്ച ടേസ്റ്റ് ഉണ്ടാവണം. ഉപ്പ് പോരായിരുന്നുകൊണ്ട് കുറച്ച് ഉപ്പിട്ട് കൊടുത്തിട്ടുണ്ട്. ഇത് കണ്ടോ, ഒന്ന് നന്നായി തിളച്ച് വന്നിട്ടുണ്ട്. ഇനി ഞാനിത് ഓഫ് ചെയ്യാൻ പോവാണ് കേട്ടോ. ഓഫ് ചെയ്യുന്നതിന് മുമ്പായി കുറച്ച് നമ്മുടെ കരിവേപ്പിൻ്റെ ഇലയും കുറച്ച് വെളിച്ചെണ്ണയും കൂടി തോളിച്ച് ഇതിനൊന്ന് അടച്ച് വയ്ക്കുക. ഇത് തുറക്കുമ്പോഴുള്ളൊരു മണം അസാധ്യം തന്നെയാണ് കേട്ടോ. ഇതൊരു നാടൻ ഡിഷാണെങ്കിലും സൂപ്പർ ടേസ്റ്റുള്ള ഡിഷ് തന്നെയാണ്. എല്ലാവരും ഒന്ന് ട്രൈ ചെയ്ത് നോക്കൂ. അപ്പോൾ കിട്ടുകയാണെങ്കിൽ ഈ കറി നിങ്ങൾ ഒരിക്കലും മിസ് ചെയ്യരുത് കേട്ടോ. അത്രയും ടേസ്റ്റാണ്, ഞാൻ വെറുതെ പറയല്ല. അപ്പോൾ നമുക്കിനി അടുത്ത റെസിപ്പിയിലേക്ക് പോവാം. അടുത്ത റെസിപ്പി നിങ്ങൾക്ക് എല്ലാവർക്കും അറിയാവുന്ന ഒരു റെസിപ്പി തന്നെയാണ്, കപ്പ കൊണ്ടുള്ള ചിപ്സ്. ഞങ്ങളുടെ അവിടെ കൊള്ളി ചിപ്സ് എന്നാട്ടോ പറയാം. ഇതിൻ്റെ തോലൊക്കെ കളഞ്ഞ് ഞാൻ നീളത്തിൽ മുറിച്ചെടുത്തിട്ടുണ്ട്. എനിക്ക് റൗണ്ടായി കട്ട് ചെയ്യാനുള്ള ഫെസിലിറ്റി ഇവിടെ ഇല്ല, അതുകൊണ്ട് തന്നെ ഞാൻ നീളത്തിലാണ് മുറിച്ചിരിക്കുന്നത്. വേവിക്കുന്നൊന്നും ഇല്ല കേട്ടോ. എന്നിട്ട് അതിൻ്റെ സ്റ്റാർച്ച് ഒന്ന് നന്നായി കഴുകി കളഞ്ഞിട്ടുണ്ട് വെള്ളത്തിൽ തേച്ചിട്ട്. ഇനി നമുക്കിതിനെ ഒന്ന് വറുത്തെടുക്കാം. എണ്ണ നന്നായി ചൂടാവട്ടെ. ഇതുമാതിരി അങ്ങോട്ട് ഇട്ട് കൊടുക്കാം. ചില ആൾക്കാർ ഈ കപ്പയൊന്ന് ജസ്റ്റ് ഒന്ന് വേവിക്കട്ടോ. ഞാനതൊന്നും ചെയ്തിട്ടില്ല. ഇത് വേവിക്കാതെ പ്ലെയിൻ ആയിട്ട് തന്നെ ഇട്ടത്. ഇനി ഇതിനൊരു മീഡിയം ഫ്ലെയിമിൽ വെച്ചിട്ട് വേണം വറുത്തെടുക്കാൻ കേട്ടോ. ഉള്ളു വേവാൻ കുറച്ച് ടൈം എടുക്കും. അതുകൊണ്ട് തന്നെ ഒരു മീഡിയം ഫ്ലെയിമിൽ ഇത് കിടന്ന് അങ്ങോട്ടും ഇങ്ങോട്ടും മറിച്ചിട്ടിട്ട് നമ്മൾ വേവിക്കാം, വറുത്തെടുക്കാം. കുറച്ച് ടൈം എടുക്കും, പക്ഷെ നല്ല ടേസ്റ്റാണ്. ഉണ്ടാക്കി വരുമ്പോൾ നല്ല കപ്പ കിട്ടുമ്പോൾ ഒന്ന് ട്രൈ ചെയ്ത് നോക്കും. നമുക്ക് വീട്ടിൽ തന്നെ ഒരു അഡൾട്രേഷനും ഇല്ലാതെ ഉണ്ടാക്കാം. കണ്ടോ, നമ്മുടെ കപ്പ റെഡി ആയിട്ട് ഇത് വാങ്ങിയെടുക്കാം. ഇതുപോലെ ബാക്കിയുള്ളതും കൂടി വറുത്തെടുക്കാം. കായ് ചിപ്സിലെ മാതിരി നമ്മൾ ഒരിക്കലും എണ്ണയിലേക്ക് ഉപ്പിടില്ല. ഇത് കഴിഞ്ഞിട്ടേ ഉപ്പും മുളകുമൊക്കെ നമ്മൾ ഇടുള്ളൂ. ഇനി ഇതിനെ ഞാനൊരു പാത്രത്തിലേക്ക്
ട്രാൻസ്ഫർ ചെയ്തിട്ടുണ്ട്. ഇതിലേക്ക് ഇനി ആവശ്യത്തിന് ഉപ്പാണ് ഇട്ട് കൊടുക്കേണ്ടത്. നമ്മൾ മുകളിലൂടെ ഉപ്പിട്ട് കൊടുത്ത് ആവശ്യത്തിന് എരിവും കൂടി ഇട്ട് കൊടുക്കുക. എന്നിട്ട് ഇതിനെ നന്നായി കൈകൊണ്ടോ അതല്ല എങ്കിൽ നന്നായി ഒന്ന് മിക്സ് ചെയ്ത് കൊടുക്കുക. ആവശ്യത്തിന് മുളക് പൊടി ഇടുക. നിങ്ങളുടെ എരിവിനനുസരിച്ച് മുളക് പൊടി ഇടാം കേട്ടോ നമുക്ക്. ഇനി ഇതിനെ നന്നായി ഒന്ന് മിക്സ് ചെയ്യുക. ഇതിങ്ങനെ ഇതാകുമ്പോൾ തന്നെ ഇങ്ങനെ ആകുമ്പോഴാണ് അതിലേക്ക് പിടിക്കുള്ളൂ. അതല്ല നമ്മൾ ഒരിക്കലും എണ്ണയിലേക്ക് ഇടേണ്ട ആവശ്യമില്ല കേട്ടോ. അപ്പം നമ്മുടെ കപ്പ ചിപ്സ് റെഡി. ഈ കപ്പ ചിപ്സ് ഞാനിവിടെ ടേബിളിൽ വെക്കേണ്ട താമസം തീർന്നു കേട്ടോ. കണ്ടോ, നല്ല കറുമുറാന്നുണ്ട് നമ്മുടെ ചിപ്സ്. അപ്പം ഈ റെസിപ്പി നിങ്ങൾക്ക് യൂസ്ഫുൾ ആവുമെന്നാണ് എൻ്റെ വിശ്വാസം. ഇനി നമുക്ക് അടുത്ത കപ്പ വടയിലേക്ക് പോവാം. കപ്പ വട ഞാനും ഇത് കുറച്ച് ദിവസമായി കേൾക്കുന്നു, അതുകൊണ്ട് തന്നെ ഒന്ന് ട്രൈ ചെയ്തേക്കാമെന്ന് വിചാരിച്ചു. സൂപ്പർ ടേസ്റ്റായിട്ട് വളരെ ഈസി ആയിട്ട് ഉണ്ടാക്കുകയും ചെയ്യാം, എല്ലാവർക്കും ഇഷ്ടപ്പെടുകയും ചെയ്യും. അപ്പം നമുക്കതെങ്ങനെയാണ് ഉണ്ടാക്കേണ്ടതെന്ന് നോക്കാം. അതിനായിട്ട് ഞാനിവിടെ 1 കപ്പ് വേവിച്ച കപ്പ എടുത്തിട്ടുണ്ട്. വെള്ളം ഊറ്റിക്കളഞ്ഞ് വേവിച്ചതാണ് കേട്ടോ. ഇനി ഇതിനെ ഒന്ന് നന്നായി മാഷ് ചെയ്യണം. കൈകൊണ്ട് മാഷ് ചെയ്യാനാവുന്നവർക്ക് കൈകൊണ്ട് മാഷ് ചെയ്യാം. എനിക്ക് എളുപ്പം മിക്സിയിൽ ഇടുന്നതാണ്. ഞാനതുകൊണ്ട് തന്നെ ഇനി ഒരു ബ്ലെൻഡറിലേക്ക് ഇട്ടിട്ടുണ്ട്. എന്നിട്ട് ജസ്റ്റ് ഒന്ന് പോസ് ചെയ്തിട്ട് എടുക്കാം. വെള്ളമൊന്നും ചേർക്കേണ്ട ആവശ്യമില്ല കേട്ടോ. ഇത് കണ്ടോ, ഇപ്പം നന്നായി മാഷ് ആയിട്ടുണ്ട്, അതെല്ലാം കമ്പൈൻ ആയിട്ടുണ്ട്. ഇനി അതിനെ ഒരു പാത്രത്തിലേക്ക് മാറ്റിയാണ്. ഈ കപ്പ ആയതുകൊണ്ട് തന്നെ ചെറിയൊരു ഒട്ടലുണ്ട് കേട്ടോ സംഭവത്തിന്. ഇനി അതിലേക്ക് ഒരു 3 പച്ചമുളക് ചെറുതായി അരിഞ്ഞതും, ഒരു 2 ടീസ്പൂണോളം ഇഞ്ചി ചെറുതായി അരിഞ്ഞതും, ഒരു ഒനിയൻ ചെറുതായി അരിഞ്ഞതും കൂടി ഇട്ട് കൊടുത്ത് കുറച്ച് കരിവേപ്പിൻ്റെ ഇലയും കൂടി ഇടാം. ഇതൊരു നാടൻ വടയാണ് കേട്ടോ, അതുകൊണ്ട് തന്നെ നാടൻ സാധനങ്ങൾ മാത്രമേ ഇട്ടിട്ടുള്ളൂ. ഇനി അതിനെ ഒന്ന് മിക്സ് ചെയ്യാം. നിങ്ങൾക്ക് കുഴയ്ക്കാൻ വല്ല ബുദ്ധിമുട്ടുണ്ടെങ്കിൽ കുറച്ച് കയ്യിൽ വെള്ളമാക്കിയാൽ മതി കേട്ടോ. അപ്പം നമുക്ക് ഈസി ആയിട്ട് കുഴച്ചെടുക്കാം. ഇല്ലെങ്കിൽ ഇതിനൊരു ഒട്ടൽ എനിക്ക് ഫീൽ ചെയ്തു. ഒരു 2 ടേബിൾ സ്പൂണോളം അരിപ്പൊടിയും കൂടി നമ്മൾ ചേർത്തി കൊടുത്തിട്ട് അപ്പോൾ നല്ല ക്രിസ്പിനെസ്സും കൂടി നമ്മുടെ വടയ്ക്ക് വരും. ഇനി ഇതിനെ നന്നായി ഒന്ന് മിക്സ് ചെയ്യാം. മിക്സ് ചെയ്യാൻ ബുദ്ധിമുട്ടുണ്ടെങ്കിൽ ഞാൻ പറഞ്ഞല്ലോ, കുറച്ച് വെള്ളം ഒന്ന് തളിച്ചിട്ട് നിങ്ങൾക്കത് മിക്സ് ചെയ്യാം. ഉപ്പ് ടേസ്റ്റ് ചെയ്തപ്പോൾ കുറഞ്ഞതുകൊണ്ട് കുറച്ച് ഉപ്പും കൂടി ഇട്ട് കൊടുത്തിട്ടുണ്ട്. ഇനി ഇതിനെ നന്നായി ഒന്ന് മിക്സ് ചെയ്തെടുക്കാം. ഇത് നമ്മൾ എണ്ണയിലേക്ക് ഇടുമ്പോഴും ഉള്ളം കയ്യിൽ കുറച്ച് വെള്ളമാക്കണം. അതുമാതിരി കയ്യിൽ ഇത്തിരി വെള്ളമാക്കിയിട്ട് നമുക്ക് വടയുടെ ഷേപ്പിൽ ഉരുട്ടിയിടാം. നിങ്ങൾക്കിപ്പോൾ വടയുടെ ഷേപ്പ് വരുന്നില്ലെങ്കിൽ ചെറിയ ചെറിയ ബോൾ പോലെ ആക്കിയിട്ടും ഇടാം കേട്ടോ. ഈ മാവ് ഒരുപാട് തിന്നുമല്ല ഒരുപാട് തിക്കുമല്ല, നല്ല പെർഫെക്റ്റ് കൺസിസ്റ്റൻസിയാണ്. പിന്നെ ഇതിൽ ഉള്ളം കയ്യിൽ വെള്ളമാക്കിയിട്ട് വേണം ചെയ്യാൻ, ഇല്ലെങ്കിൽ എണ്ണ. ഇനി നമുക്കിത് വറുത്തെടുക്കാം. ഇത് കണ്ടോ, ഇങ്ങനെ വടയുടെ ഷേപ്പിലാക്കിയിട്ട് അതിനെ നല്ല ചൂടായി എണ്ണയിലേക്ക് ഇടാം. ഇതൊരു മീഡിയം ഫ്ലെയിമിൽ അങ്ങനെ കുക്ക് ചെയ്തെടുത്താൽ മതി കേട്ടോ. അങ്ങോട്ടും ഇങ്ങോട്ടും മറിച്ചിട്ടിട്ട് വട ഷേപ്പിൽ കിട്ടുന്നില്ല എന്നുണ്ടെങ്കിൽ നിങ്ങൾക്ക് ചെറിയ ചെറിയ ബോളുകളായിട്ടും ഉണ്ടാക്കിയെടുക്കാം കേട്ടോ. പക്ഷേ എനിക്കിത് വലിയ ബുദ്ധിമുട്ടൊന്നുമില്ല. വടയുടെ ഷേപ്പിൽ തന്നെ കിട്ടി. ഇതിൽ ആ ഉള്ളിയും ഇഞ്ചിയും പച്ചമുളകൊക്കെ കൂടി കഴിക്കുന്നത് നല്ലൊരു ടേസ്റ്റും ഉണ്ടായിരുന്നു. ഇതാ നമ്മൾ ഇടയ്ക്കിടയ്ക്ക് മറിച്ചിട്ടുണ്ട് മീഡിയം ഫ്ലെയിമിൽ. ശരിക്കും കണ്ടു കഴിഞ്ഞാൽ നമ്മുടെ ഉഴുന്നുവട തന്നെയില്ലേ. ഇത് കണ്ടോ, സൂപ്പറായി വന്നിട്ടുണ്ട്. ചിലപ്പോൾ ചെറുതായിട്ട് ഇതിൻ്റെ മോൾ ഭാഗം ഒന്ന് പൊട്ടിയിട്ട് പുറത്തേക്ക് വരുന്ന മാതിരി തരും. പക്ഷേ അതൊന്നും പേടിക്കേണ്ട, ഉള്ളിൽ എണ്ണയൊന്നും കുടിക്കില്ല. ഈ വടയുടെ പ്രത്യേകത എന്താണെന്ന് പറഞ്ഞാൽ ഒരുപാട് എണ്ണ കുടിച്ചില്ല എന്നുള്ളതാണ് കേട്ടോ. അപ്പോൾ ഇതാ റെഡിയായി വന്നിട്ടുണ്ട്. നമുക്ക് 3 വടയും എടുക്കാം. ഇതുപോലെ ബാക്കിയുള്ള വടയും കൂടി ഉണ്ടാക്കിയെടുക്കാം കേട്ടോ. അപ്പോൾ ഈവനിങ് ചായക്കൊക്കെ കപ്പ വെറുതെ കഴിച്ച് മതിയായിച്ചാൽ നമുക്കിങ്ങനെ കപ്പ വടയും ഉണ്ടാക്കി കഴിക്കാം. കണ്ടോ, നല്ല ഉള്ളിയും പച്ചമുളകും ഒക്കെ ആയിട്ടൊരു സൂപ്പർ റെസിപ്പിയാണ് കപ്പ വടയും. ഇതുപോലെ തന്നെ കപ്പ കൊണ്ടൊരു ഉപ്പേരിയുടെ വീഡിയോ ഞാൻ ഇട്ടിരുന്നു. അതിൻ്റെ വീഡിയോയും ഷെയർ ചെയ്യാം. അതിൻ്റെ കൂടെ കഴിക്കാൻ പറ്റിയൊരു പച്ചുള്ളി കൊണ്ടുള്ളൊരു ചമ്മന്തിയുടെ ലിങ്കും ഞാൻ ഷെയർ ചെയ്യാം. ഇന്നത്തെ 3 റെസിപ്പീസും നിങ്ങൾക്ക് യൂസ്ഫുള്ളായി എന്ന് ഞാൻ വിചാരിക്കുന്നു. ഇഷ്ടപ്പെട്ടാൽ ലൈക്ക് ചെയ്യാനും കമൻറ്റ് ചെയ്യാനും നിങ്ങൾ ഫ്രണ്ട്സുമായിട്ട് ഷെയർ ചെയ്യാനും ഒന്നും മടിക്കേണ്ട കേട്ടോ. അപ്പോൾ എല്ലാവരുടെയും സപ്പോർട്ട് ഉണ്ടാവുമെന്ന് ഞാൻ വിചാരിക്കുന്നു. അപ്പോൾ നമുക്ക് വീണ്ടും അടുത്ത റെസിപ്പിയിലൂടെ കാണാം. ബൈ. താങ്ക് യു.